ഹലോ എവരി വൺ, ടീം ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി ഒരു വീഡിയോ ചെയ്തിട്ട്, കാരണം ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടാണ്. ഏതായാലും നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇനി മുതൽ ഈ ചാനലിൽ നിന്ന് ഓരോ ദിവസത്തെയും ടിപ്സുകൾ നമ്മൾ പറയുന്നതാണ്. ടിപ്സല്ല, നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ഉള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ കൊടുത്തപ്പോൾ തന്നെ മാർക്കറ്റ് ഒരു ബിഗ് ഫാളിലേക്കോ എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇന്ന് ഏപ്രിൽ 1 നമുക്കറിയാം, സാമ്പത്തികമായിട്ട് നമ്മുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 അപ്പം ഏപ്രിൽ 1 തുടക്കത്തിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് IT മേഖലയിലും ബാങ്കിങ് മേഖലയിലും നല്ലൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അത് നിഫ്റ്റിയിൽ ഏതാണ്ട് 353 പോയിൻ്റോളം ഒരു നല്ലൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നെ മാർക്കറ്റ് ഒരു 120 പോയിൻ്റോളം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു താഴ്ചയിലേക്ക് വന്നിട്ടുള്ളത്. ഏതാണ്ട് 350 പോയിൻ്റോളം മാർക്കറ്റ് ഡൗൺ ആയി. അതേസമയം സെൻസെക്സ് 1390 പോയിൻ്റാണ് സെൻസെക്സ് ഡൗൺ ആയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ആഴ്ച നല്ലൊരു തിരിച്ചുവരവായിരുന്നു നമ്മൾ കണ്ടത്. ഒരു ട്രെൻഡായിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ട്രെൻഡ് അവസാനിക്കുന്ന രീതിയിൽ 23,859 അതായത് 24,000 തൊടുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ആയിട്ട് സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ഫേക്ക് ഔട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ബ്രേക്ക് ഔട്ട് അല്ല, ഒരു ഫേക്ക് ഔട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കളിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വന്നെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ നന്നായിട്ട് ഷെയറുകൾ വാങ്ങിക്കൂട്ടുകയും അതേസമയം തന്നെ ഒരു നല്ല മൂവിങ് ഉണ്ടായപ്പോൾ നമ്മുടെ സാധാരണ ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ക്യാഷ് കയ്യിലാക്കാനുള്ള പണി എന്നോണം തന്നെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കുകയും അതിനുശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് ഇന്നും ഇന്നലെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കോടിക്കണക്കിന് രൂപയുടെ സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ IT മേഖലയിലും ബാങ്കിങ് സെക്ടറുകളിലും നന്നായിട്ട് തന്നെ സെൽ ഓഫ് നടന്നതാണ് ഇന്ന് മാർക്കറ്റ് ഇടിയാനുള്ള കാരണം. നമുക്കറിയാം, ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലായിരുന്നു സെൻസെക്സും നിഫ്റ്റിയൊക്കെ. എന്നാൽ ഇനിയിപ്പോൾ തുടർ ദിവസങ്ങളിൽ മാർക്കറ്റ് ഏതാണ്ട് 22,700 എന്നുള്ള ഒരു നമ്പറിലേക്കോ അതല്ലെങ്കിൽ 22,300 എന്നുള്ള നമ്പറിലേക്കോ മാർക്കറ്റ് തിരിച്ചു വരും. അവിടെയാണ് പിന്നൊരു സപ്പോർട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലുകൾ എല്ലാവരും ഓർത്ത് വെക്കുക. ഒരു പുട്ട് ഓപ്ഷനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നവർക്ക് നല്ല കാര്യമായിരിക്കും. കാരണം മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവാൻ ചാൻസ് ഉള്ളത്. അപ്പം അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് നമ്മൾ നാളെ എങ്ങനെ ട്രേഡ് എടുക്കും എന്നുള്ളതാണ്. നാളെ മിക്കവാറും നമ്മുടെ പ്ലാന് ഒരു ഗ്യാപ്പ്, ഒരു നോർമലായിട്ടുള്ള ഒരു ഗ്യാപ്പാണ്, ഒരു ഇതാണ് തരുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ നാളെ ഏതാണ്ട് ഇവിടെ വെച്ചിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഡൗണിലേക്ക് നമ്മൾ പുട്ട് ഓപ്ഷൻ ഒരു ബൈ ചെയ്യുകയും ഏതാണ്ട് 22,700 വരെ നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് പ്ലാന്. ഈ ഒരു മേഖലയിൽ നിന്ന് കൺസോൾട്ടേഷൻ എടുത്തുകൊണ്ട് മാർക്കറ്റ് നീങ്ങാനും സാധ്യതയുണ്ട്. ഇതിന് ശേഷം നമ്മുടെ എക്സ്പയറി ഡേറ്റിൻ്റെ 22,343 വരെയൊക്കെ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. നല്ലൊരു നെക്സ്റ്റ് വീക്ക് അത്യാവശ്യം വോളിയമുള്ള ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി സെൻസെക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സെൻസെക്സിൻ്റെ കാര്യത്തിൽ ഇപ്പം മാർക്കറ്റുള്ളത് 76,000-ലാണ്. 76,000 നിന്ന് നമുക്ക് ഒരു 73,000 വരെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ടോട്ടൽ മാർക്കറ്റ് 79,000 വരെ 80,000-ൽ തൊടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തൊട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് കാണിച്ചത്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് നല്ലൊരു രീതിയിൽ തന്നെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് സെൻസെക്സും ഇതേ അവസ്ഥയിലേക്ക് തന്നെ വന്നത്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. 73,700 വരെ മാർക്കറ്റ് പോകും. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു അപ്പാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം. സെൻസെക്സിലും തന്നെ നമ്മൾ നാളെ പ്രിഫർ ചെയ്യുന്നത് ഒരു
മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം 76,000 നിന്നൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് നമുക്ക് 73,711 വരെ നാളെയും മറ്റന്നാളുമായിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു അവിടേക്ക് വരും. അതും നെക്സ്റ്റ് വീക്കിട്ട് അല്ലെങ്കിൽ എക്സ്പയറി ആവുന്നുള്ള പേടിയാണെങ്കിൽ നമുക്ക് ITM സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ITM നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാന്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു ഫേക്ക് നമുക്കൊരു ബ്രേക്കൗട്ട് തന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് IT മേഖലയിൽ നിന്നും ബാങ്കിങ് മേഖലയിൽ നിന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പിൻവലിയുന്നുണ്ട്. നമ്മുടെ 2024 ഒക്ടോബറിന് ശേഷം പിൻവലിഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏതാണ്ട് ഈ 50% പോലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. വന്നവർ തന്നെ പെട്ടെന്ന് തന്നെ സെൽ ഓഫ് ചെയ്യുന്നൊരവസ്ഥയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് തോന്നിപ്പിച്ചെങ്കിലും നമ്മുടെ എല്ലാവരെയും കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നാളത്തെ ട്രേഡിംഗ് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.